ഞാനിന്നിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്കും തന്നെ നമ്മുടെ ഡെയിലി ലൈഫിൽ യൂസ്ഫുൾ ആവുന്ന കുറേ നല്ല ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ കളക്ട് ചെയ്തിട്ടാണ് കേട്ടോ. നമ്മൾ കുറേ സമയമൊക്കെ നിന്ന് കഷ്ടപ്പെട്ട് ചെയ്യുന്ന ജോലികളൊക്കെ സിമ്പിളായിട്ടുള്ള ടിപ്സൊക്കെ യൂസ് ആക്കി കഴിഞ്ഞാൽ നമുക്കത് പെട്ടെന്ന് ചെയ്ത് തീർക്കാനായിട്ട് സാധിക്കും. അങ്ങനെയുള്ള കുറേ നല്ല ടിപ്സും അതുപോലെ തന്നെ ഇന്നത്തെ വീഡിയോയിൽ മെയിനായിട്ട് പച്ചമഞ്ഞൾ യൂസ് ചെയ്തിട്ടുള്ള നല്ല ഒരു ടിപ്സും അതേപോലെ തന്നെ നമുക്ക് പെട്ടെന്ന് അത് പുഴുങ്ങിയെടുക്കാനും നമുക്കിത് ഇപ്പോൾ ഇവിടെ ഒരു 4 കിലോ അളവിൽ നമുക്ക് കിട്ടിയിട്ടുണ്ടാവും കേട്ടോ. നമ്മൾ വീട്ടിൽ ചെറിയൊരു ഇതുപോലെ ഇപ്പം നമ്മൾ ഈ മഞ്ഞൾ കണ്ടില്ലേ, അതിൻ്റെ ഈ ഒരു പോർഷൻ, ഈ വേരുള്ള ഭാഗം നമ്മളിങ്ങനെ മാറ്റി വെച്ചിട്ട് അതിൻ്റെ നല്ല പോർഷൻ മാത്രമാണ് നമ്മൾ എടുക്കുന്നത് കേട്ടോ, എടുത്തിപ്പ് മാറ്റിയിടുന്നത്. ഇപ്പോൾ ഈ വേര് കാണുന്ന പോർഷനിൽ 1 or 2 മാത്രം തട നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ നമുക്ക് വീട്ടിൽ കുറച്ചാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു വർഷത്തിന് നമുക്ക് ഉപയോഗിക്കാനുള്ള മഞ്ഞൾ നമുക്ക് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇപ്പം ഞാൻ അതിൽ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ബാക്കിയുള്ളതെല്ലാം ഇതുപോലെ അതിൻ്റെ വേരെല്ലാം കളഞ്ഞ് അത് ഓരോന്നും സെപ്പറേറ്റ് ചെയ്തെടുത്തതിന് ശേഷം ഈ തടഭാഗം നമ്മൾ അതിൻ്റെ ഇത് വേരെല്ലാം മാറ്റിയിട്ട് ഇതുപോലൊരു ബക്കറ്റിലിട്ട് നന്നായി തന്നെ ഒന്ന് കഴുകിയെടുക്കുന്നുണ്ട് കേട്ടോ. ഒരു 3-4-5 വട്ടം നന്നായി കഴുകിയെടുക്കുക. അതിൽ മണ്ണിൻ്റെ അംശമൊക്കെ നമ്മൾ മണ്ണിൽ നിന്ന് കളച്ചെടുക്കുന്നതല്ലേ, അപ്പോൾ ആ മണ്ണെല്ലാം പോകാനായിട്ട് നന്നായി ഒന്ന് കഴുകിയെടുക്കുക. അതിനുശേഷം നമ്മളിത് ഇതുപോലൊരു വേറൊരു പാത്രത്തിലേക്ക് നമ്മളത് ഇട്ടിട്ട് ഒന്ന് ഇത് വേവിച്ചെടുക്കണം കേട്ടോ. നമുക്ക് വളരെ കുറച്ചേ കിട്ടിയിട്ടുള്ളതെങ്കിൽ നമുക്ക് കുക്കറിലിട്ടാണെങ്കിൽ നമുക്ക് വേവിക്കാൻ പറ്റും. ഇതിപ്പോൾ കുറച്ച് അധികം ഉള്ളത് കൊണ്ട് നമ്മൾ ഇതുപോലെ ഒരു പാത്രത്തിൽ, വലിയൊരു പാത്രത്തിൽ നമ്മൾ ഇട്ടിട്ട് ഇതിനൊന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. ഈ ഒരു മഞ്ഞൾ ഫുള്ളായി തന്നെ മുങ്ങി നിൽക്കുന്ന രീതിയിൽ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ. എന്നിട്ട് നമ്മൾ വിറകടുപ്പിൽ തന്നെയാണ് ഇതൊന്ന് വേവിച്ചെടുക്കുന്നത്. ഇപ്പോൾ നമ്മളൊരു 5 കിലോ ഒക്കെ നമുക്കിതുപോലെ പച്ചമഞ്ഞൾ കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളത് ഉണക്കി വരുമ്പോൾ നമ്മൾ ശരിക്കും പറയണമെങ്കിൽ 1 കിലോ മാത്രമായിട്ട് നമുക്ക് കിട്ടുള്ളൂ കേട്ടോ, നമ്മളത് പൊടിച്ച് കിട്ടുമ്പോൾ. അപ്പോൾ നമ്മൾ ഒരു വർഷത്തിനൊക്കെ ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് 1 കിലോ ധാരാളമായിരിക്കും. ചിലപ്പോൾ ഒരു വർഷത്തേക്കാളും കൂടുതലായിട്ടൊക്കെ നമുക്കിത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പോൾ അത് ഓർഗാനിക് ആയിട്ടുള്ളതുമാണ്. അപ്പോൾ നമ്മളിങ്ങനെ ആക്കുമ്പോൾ നമുക്ക് സാധാരണ കെമിക്കലൊന്നും ചേർക്കാത്ത തന്നെ ഓർഗാനിക് ആയിട്ടുള്ള നമുക്ക് മഞ്ഞൾ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇപ്പോൾ നമ്മളിത് നന്നായി ഒന്ന് തിളച്ച് ഒരു 10-15 മിനിറ്റും കൂടെ നമ്മൾ അങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുന്ന രീതിയിലാക്കുമ്പോൾ തന്നെ ഈ മഞ്ഞൾ നല്ല സോഫ്റ്റായിട്ട് നമുക്ക് വെന്ത് കിട്ടും. ഒരുപാട് വെന്ത് കുഴഞ്ഞു പോവരുത് കേട്ടോ. അങ്ങനെ ആവാതെ നമ്മൾ ജസ്റ്റ് ഇപ്പോൾ ഈ കാണുന്ന പോലെ നമ്മൾ ജസ്റ്റ് ഒന്ന് പൊട്ടിക്കുമ്പോൾ തന്നെ നമുക്ക് അതിനകത്ത് സോഫ്റ്റായിട്ട് നമുക്ക് കാണും. അപ്പോൾ മഞ്ഞൾ വെന്ത് വരുമ്പോൾ തന്നെ നല്ലൊരു മണമായിരിക്കും. അങ്ങനെ ആവുന്ന സമയത്ത് നമുക്ക് അറിയാതെ വെന്തുന്ന് പിന്നെ നമ്മൾ കുറച്ച് സമയം കൂടെ വെച്ചിട്ട് ഒരു 10-15 മിനിറ്റും കൂടെ വെച്ച ശേഷം നമ്മൾ ഇതുപോലെ അതിലുള്ള വെള്ളമെല്ലാം തന്നെ ഊറ്റിക്കളയാം കേട്ടോ. ഇപ്പോൾ ഇങ്ങനെ വെള്ളം ഊറ്റിക്കളയാണ്ട് നമ്മൾ വേറൊരു ബക്കറ്റിലേക്ക് എന്തെങ്കിലും ഈ വെള്ളം ആക്കിയിട്ട് നമ്മൾ ചെടികൾ നല്ലോണം ചൂടാറിയതിന് ശേഷം ചെടികളിലൊക്കെ ജസ്റ്റ് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പുഴുക്കേടൊക്കെ വന്നിട്ട് അടുക്കള തോട്ടം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ പുഴുക്കേട് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിലും റോസാ ചെടികളോ ഒക്കെ അങ്ങനെ ചെടികളൊക്കെ പൂച്ചെടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിൽ പുഴുക്കേട് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പോവാൻ ഈ ഒരു വെള്ളം സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഇപ്പോൾ ഞാനത് ചെയ്തില്ല, ഞാൻ കുറച്ചത് കളഞ്ഞു, ആ വെള്ളം മുഴുവനായിട്ട് കളഞ്ഞു. അപ്പോൾ നിങ്ങളതങ്ങനെ എടുത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെയും ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ വെള്ളം ഊറ്റിയിട്ട് നമ്മളിതുപോലെ ഒരു നല്ല വെയിൽ തട്ടുന്ന സ്ഥലത്ത് ഇതുപോലെ നല്ല പരത്തി നമ്മൾ ഉണങ്ങാനൊന്നും ഇടുക. അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ശരിക്കും ഒരാഴ്ച കൊണ്ട് തന്നെ നന്നായി ഉണങ്ങി കിട്ടും. അത് നന്നായി തന്നെ ഒന്ന് ഉണങ്ങി കിട്ടണം. എന്നിട്ട് നമ്മൾ അതിൻ്റെ മേലെയുള്ള ചെറിയ മൊരിയൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് കളഞ്ഞെടുക്കണം കേട്ടോ. അതിപ്പോൾ നല്ല പോലെ തന്നെ ഇത് ഉണങ്ങി നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതിപ്പോൾ കൈ കൊണ്ട് യൂസ് ചെയ്ത് നന്നായി ഒന്ന് തിരുമ്പി ഇങ്ങനെ ആ ഒരു മുറ്റത്ത് തന്നെ ഇട്ടിട്ട് ഇതുപോലെ ഒന്ന് ആക്കുമ്പോൾ കണ്ടില്ല അതിലുള്ള മൊരിയും എല്ലാം നമുക്കിത് ഇതുപോലെ ക്ലീനായി കിട്ടും കേട്ടോ. ഇങ്ങനെ ക്ലീനാക്കി എടുത്ത് നല്ലോണം ഒന്ന് ചേറിയെടുത്തതിന് ശേഷം നമ്മളിത് ഇതുപോലെ ഒരു കവറിലോ എന്തിലെങ്കിലും ആക്കിയിട്ട് നമുക്കിത് പൊടിക്കാൻ കൊടുക്കാം. വളരെ കുറച്ചാണെന്നുണ്ടെങ്കിൽ നമുക്ക് മിക്സിയിൽ തന്നെ പൊടിച്ചെടുക്കാൻ പറ്റും. മിക്സിയിൽ പൊടിക്കുമ്പോൾ ഇത്രയും നമ്മൾ ഉണക്കിയെടുക്കരുത് കേട്ടോ. ഉണക്കിയെടുത്താൽ മിക്സിയിൽ പൊടിയില്ല, പിന്നെ അത് മിക്സി കംപ്ലൈൻ്റ് ആയി പോകും. അപ്പോൾ ഇത് ഞാൻ പൊടിക്കുന്ന മില്ലിൽ കൊടുത്ത് ഒന്ന് പൊടിപ്പിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ കണ്ടില്ലേ 1 കിലോ ഒന്നും നമുക്ക് ഈ ഒരു പൊടി കിട്ടിയിട്ടില്ല. അപ്പോൾ നമുക്ക് 4 കിലോ ഒക്കെ തന്നെ ഉണ്ടായിരുന്നുള്ളൂ മഞ്ഞൾ. അപ്പോൾ നമ്മൾ നേരത്തെ ആ ഒരു കട കണ്ടിട്ടുണ്ടായിരുന്നല്ലോ, കട എടുത്തിട്ടുണ്ടായിരുന്നല്ലോ, കട നമ്മൾ വേവിച്ചതിന് ശേഷം അതൊന്ന് മുറിച്ചിടണം കേട്ടോ. അത് ഞാൻ പറയാൻ വിട്ടുപോയതാണ്. കാരണം അത് കുറച്ച് വലിപ്പം കൂടുതലല്ലേ. അത് ഒരെണ്ണത്തിന് ഒരു 5-6 പീസാക്കി മുറിച്ച് കഴിഞ്ഞാലാണ് ഒരുമിച്ച് നമുക്കിതൊന്ന് ഉണങ്ങി കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അതാ നമ്മളിതിനെ പൊടിച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ പൊടിച്ച് കൊണ്ടുവന്ന ഉടനെ നമ്മളിതുപോലെ ഒരു ന്യൂസ് പേപ്പറോ എന്തെങ്കിലും ഒന്ന് വിരിച്ചിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുക. കാരണം അതിൽ നല്ല രീതിയിൽ തന്നെ ചൂടുണ്ടാവും. ആ ചൂടൊക്കെ ഒന്ന് പോയി നല്ല പോലെ തന്നെ തണുത്ത് നമ്മുടെ ഈ റൂം ടെമ്പറേച്ചറിലായതിന് ശേഷം മാത്രം നമ്മൾ ബോട്ടിലാക്കി വയ്ക്കുക. പിന്നെ ഈ മഞ്ഞളൊക്കെ നമ്മൾ ആക്കി വയ്ക്കുമ്പോൾ എപ്പോഴും പ്ലാസ്റ്റിക്കിൻ്റെ പാത്രത്തിലോ സ്റ്റീൽ പാത്രത്തിലോ ഒന്നും തന്നെ ആക്കാതെ ചില്ലിൻ്റെ ബോട്ടിലിൽ നമ്മൾ ആക്കി വയ്ക്കുക കേട്ടോ. അപ്പം
ഇപ്പം നമുക്ക് ആവശ്യമുള്ളത് മാത്രം നമ്മളിത് ഇതുപോലൊന്ന് എടുത്ത് വെച്ചിട്ടുണ്ട്. ബാക്കിയുള്ളതെല്ലാം നമ്മൾ ഒരു ചില്ലിൻ്റെ ബോട്ടിലാക്കിയിട്ട് നമ്മൾ സൂക്ഷിച്ച് വെക്കാവുന്നതാണ്. പിന്നെ ഇത് കേടുകൂടാതെ നമുക്ക് കുറേ നാൾ സൂക്ഷിക്കാനായിട്ട് സാധിക്കുകയും ചെയ്യും. വർഷങ്ങളോളം നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ കുറേ കഴിയുമ്പോൾ ചിലപ്പോൾ അതിൽ ചെറിയ പാറ്റയൊക്കെ വരാൻ സാധ്യതയുണ്ട് നമ്മൾ പുറത്ത് വെക്കുന്ന സമയത്ത്. അപ്പോൾ നമ്മൾ ഫ്രിഡ്ജിനകത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ വർഷങ്ങളോളം തന്നെ ഫ്രഷായിട്ട് നമുക്ക് സൂക്ഷിക്കാനായിട്ട് സാധിക്കും. ഫ്രീസറിനകത്ത് വെക്കണമെന്നൊന്നുമില്ല കേട്ടോ, ഫ്രിഡ്ജിനകത്ത് വെച്ചാൽ മതിയാവും. അപ്പോൾ അത് പെട്ടെന്ന് അതിനകത്ത് പൂപ്പൽ വരിക, അതുപോലെ തന്നെ അതിനകത്ത് പ്രാണി വരിക, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ലാതെ നമുക്ക് സൂക്ഷിക്കാൻ സാധിക്കും. അപ്പോൾ ഇതുപോലെ നമ്മൾ ഒരു 2 കിഴങ്ങ് ഇട്ട് കഴിഞ്ഞാൽ നമുക്കൊരു വർഷത്തോളം തന്നെ നമുക്ക് ഉപയോഗിക്കാനുള്ള മഞ്ഞൾ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ അതുമല്ല നമുക്ക് നല്ല ഓർഗാനിക്കായിട്ടും നമ്മൾ കറിയിലൊക്കെ ഒരല്പം കൂടുതൽ മഞ്ഞൾ ഇട്ടാലും നമുക്ക് നല്ലതാണ്. നമുക്ക് ശരീരത്തിന് മഞ്ഞൾ വളരെ നല്ലതാണ്. പിന്നെ നമ്മൾ കയ്യിലും കാലിലൊക്കെ അപ്ലൈ ചെയ്യാനാണെങ്കിലും ഈ ഒരു മഞ്ഞൾ നമുക്ക് വല്ല എന്തെങ്കിലും സ്കിൻ അലർജിയൊക്കെ ഉള്ളവർക്കാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു മഞ്ഞൾ ധൈര്യമായിട്ട് നമ്മുടെ ആ ഒരു അലർജിയുള്ള ഭാഗത്തൊക്കെ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ മഞ്ഞൾ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഒരൊന്നു പോലും കളയാതെ ഈ ഒരു ഇതിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഇനിയിപ്പോൾ അടുത്തതായിട്ട് ഞാനിത് ഇവിടെ കുറച്ച് ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. അതിൽ കുറച്ച് ഒരു പാത്രത്തിലേക്ക് ഇട്ട് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് നമ്മൾ ഒരു 10-15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ ഈ ഒരു കാറ്റ് കാലമൊക്കെ സ്റ്റാർട്ട് ചെയ്ത് കാരണം സവോളയാണെന്നുണ്ടെങ്കിൽ ഉള്ളിയാണെന്നുണ്ടെങ്കിൽ തോല് കളയാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ്. പിന്നെ കുഞ്ഞതാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ തോല് കറക്റ്റായിട്ട് വരില്ല. നമ്മൾ അല്ലാത്ത സമയത്ത് നമുക്ക് ആവുന്ന രീതിയിലായിരിക്കില്ല ഈ ഒരു ടൈമിൽ നമുക്ക് അതിൻ്റെ തോല് പൊളിക്കാനായിട്ട് കേട്ടോ. അപ്പോൾ നമ്മളിതുപോലെ കുറച്ച് വെള്ളത്തിലിട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇളം ചൂടുള്ള വെള്ളമാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഇതുപോലെ കൈകൊണ്ട് ജസ്റ്റ് ഞരടി കൊടുക്കുമ്പോഴേക്കും ഇളം ചൂടുള്ള വെള്ളമാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അതിൻ്റെ തോല് നമുക്ക് വിട്ട് കിട്ടും. അപ്പോൾ ഞാൻ നോർമലായിട്ടുള്ള പച്ചവെള്ളം തന്നെയാണ് ഒഴിച്ചിരിക്കുന്നത്. ഇങ്ങനെയാകുമ്പോൾ ജസ്റ്റ് എന്നാലും കൈകൊണ്ട് ഞരടുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ തോലെല്ലാം മാറി കിട്ടുകയും ചെയ്യും. അതുപോലെ തന്നെ നമുക്ക് തോല് പൊളിക്കുമ്പോഴാണെന്നുണ്ടെങ്കിലും പെട്ടെന്ന് നമുക്ക് എത്ര ഉണ്ടെന്നുണ്ടെങ്കിലും നമുക്ക് പെട്ടെന്ന് നമുക്ക് അതിൻ്റെ തോല് കളയാനായിട്ട് സാധിക്കും. ഈ ഒരു രീതിയിൽ തന്നെ നമുക്ക് വെളുത്തുള്ളി ആണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ സവോളയാണെന്നുണ്ടെങ്കിലും നമുക്ക് തോല് കളയാനായിട്ട് സാധിക്കും. പിന്നെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ തോല് കളയുമ്പോൾ നമുക്ക് കണ്ണ് നീറുന്ന പ്രശ്നങ്ങളൊന്നും തന്നെ വരില്ല കേട്ടോ, സവോളയാണെന്നുണ്ടെങ്കിലും ചെറിയുള്ളിയാണെന്നുണ്ടെങ്കിലും. അപ്പോൾ നമ്മൾ ഫ്രീ ആയിരിക്കുന്ന സമയത്തൊക്കെ ഇതുപോലെ നമ്മൾ തോല് കളഞ്ഞ് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്രിഡ്ജിനകത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ വെള്ളത്തിൻ്റെ അംശമെല്ലാം കളഞ്ഞിട്ട് ഫ്രിഡ്ജിനകത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആവശ്യം അനുസരിച്ച് നമുക്ക് പെട്ടെന്ന് എടുക്കാനൊക്കെ നമുക്ക് സാധിക്കും. പിന്നെ അത് തോല് കളഞ്ഞിട്ട് ആ തോലും വെള്ളം ഉണ്ടല്ലോ നമുക്ക് കളയാതെ റോസാ ചെടിയുടെ ചോട്ടിലോ കറിവേപ്പിലയുടെ ഒക്കെ ചോട്ടിലൊക്കെ ഒഴിച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ അത് തിളച്ച് വളരാനും റോസാ ചെടിയാണെന്നുണ്ടെങ്കിൽ നല്ല കളറ് വരാനും ഒക്കെ നമുക്ക് ഹെൽപ്പ് ആക്കും കേട്ടോ. ഇനിയിപ്പോൾ അടുത്തതായിട്ട് ഞാനൊരു റെസിപ്പിയാണ് കാണിക്കുന്നത്. ഒരു 4-5 വെളുത്തുള്ളി ഞാൻ എടുത്തിട്ടുണ്ട്. അത് ഞാനിതുപോലെ ഒരു ഗ്രേറ്ററിൽ വെച്ചിട്ട് നന്നായി തന്നെ ഒന്ന് ഗ്രേറ്റ് ചെയ്ത് എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതേപോലെ തന്നെ എൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്ന ബട്ടൺ കൂടി എനേബിൾ ചെയ്താൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കൃത്യമായി തന്നെ കിട്ടുകയുള്ളൂ കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ ഈ വെളുത്തുള്ളി എല്ലാം ഇതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ അതിലേക്ക് കുറച്ച് ബട്ടറും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ എനിക്ക് അളവ് പറയാൻ ഇപ്പോൾ ഇതുപോലുള്ളൊരു പീസ് ഒരു 5-6 എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ശരിക്കും നമ്മളൊരു 100 ഗ്രാമൊക്കെ വാങ്ങില്ലേ, ആ ഒരു 100 ഗ്രാമൊക്കെ ഫുള്ളായി തന്നെ നമുക്ക് എടുക്കേണ്ടി വരും കേട്ടോ. അപ്പോൾ നമ്മൾ അധികം റൂം ടെമ്പറേച്ചറിൽ നമ്മളിത് ഉപയോഗിക്കുന്നതിന് മുമ്പ് നമ്മൾ കുറച്ച് സമയം പുറത്ത് വയ്ക്കുമ്പോൾ തന്നെ നല്ല രീതിയിൽ അതൊന്ന് മെൽട്ടായി കിട്ടും. ഇതിപ്പോൾ നമ്മൾ ഫ്രിഡ്ജിനകത്ത് നിന്ന് എടുത്തപ്പോഴാണ് കുറച്ച് കട്ടയായിരിക്കുന്നത്. അപ്പോൾ കട്ടയെല്ലാം തന്നെ ഉടച്ച് അതിലേക്ക് കുറച്ച് ഒറിഗാനോവും അതുപോലെ തന്നെ കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടെ നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇട്ട് കൊടുത്തിട്ട് പിന്നെ നമ്മൾ മല്ലിയില ഉണ്ടെന്നുണ്ടെങ്കിൽ മല്ലിയില ഇട്ട് കൊടുക്കുക കേട്ടോ. കുഞ്ഞതാക്കി കട്ട് ചെയ്തിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ ഞാൻ അത് ചേർത്ത് കൊടുത്തിട്ടില്ല, എൻ്റെ കയ്യിലില്ലാത്തതുകൊണ്ട്. അപ്പോൾ എന്നിട്ട് നമ്മളത് ഇതുപോലെ നന്നായി ഒന്ന് തന്നെ അതിനെ ഇളക്കി യോജിപ്പിച്ച് ഈ ഒരു രീതിയിൽ നല്ല സോഫ്റ്റാക്കി നമ്മളെടുക്കാം. ഇനി നമ്മൾ ഇത് 2 ബ്രെഡ് എടുത്തിട്ടുണ്ട് കേട്ടോ. 2 ബ്രെഡ് എടുത്തിട്ട് അതിൽ ഒരു ഭാഗത്ത് നമ്മൾ ഈ ഒരു ബട്ടർ ഒറിഗാനോ ഒക്കെ മിക്സാക്കി വെച്ചിരിക്കുന്ന കൂട്ടുണ്ടല്ലോ അത് ഇതുപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. നമ്മൾ ജാമൊക്കെ അപ്ലൈ ചെയ്യുന്ന പോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഒരു ഭാഗത്ത് മാത്രം നമ്മൾ തേച്ച് കൊടുത്താൽ മതിയാവും കേട്ടോ. പിന്നെ അടുത്തതിൽ നമ്മൾ ചീസാണ് ചേർത്ത് കൊടുക്കുന്നത്. മൊസറല്ല ചീസ് ഉണ്ടല്ലോ അത് നമ്മൾ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ട് നമ്മൾ അതും കൂടി നമ്മളിതിലേക്ക് അതിൻ്റെ ആ മറ്റേ ഭാഗം ഉണ്ടല്ലോ ബ്രെഡിൻ്റെ ഭാഗത്ത് നമ്മളിത് ഇതുപോലെ മൊസറല്ല ചീസ് ജസ്റ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഗ്രേറ്റ് ചെയ്തിട്ടുള്ള നമുക്ക് ചീസ് വാങ്ങിക്കാൻ കിട്ടും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ എളുപ്പമായിരിക്കും കേട്ടോ. അതിപ്പോൾ നമ്മൾ ഫ്രീസറിനകത്ത് നിന്ന് എടുത്തതാണ്. അപ്പോൾ നമ്മൾ ഗ്രേറ്റ് ചെയ്യാൻ കുറച്ച് ഇതുണ്ട്. അപ്പോൾ അത് കാരണം നമ്മൾ വളരെ കുറച്ച് തന്നെയാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്കിതിലേക്ക് സ്ലൈസ്ഡ് ചീസ് ഉണ്ടല്ലോ അതും നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ അത് മൊസറല്ല ചീസ് വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിൽ സ്ലൈസ്ഡ് ചീസ് വെച്ച് കൊടുക്കാം. ഇപ്പം എന്നിട്ട് ഇതുപോലെ ഒന്ന് നമ്മൾ വെച്ച് കൊടുത്തിട്ട് ഇതിന് തിരിച്ച് നമ്മൾ ഇത് ദോശക്കല്ലിൽ വെച്ചൊന്ന് ചൂടാക്കി എടുക്കണം കേട്ടോ. അപ്പോൾ അതിന് നമ്മൾ നെയ്യൊന്നും എടുക്കുന്നില്ല, ബട്ടർ തന്നെയാണ് എടുക്കുന്നത്. എന്നിട്ട് ഇത് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഓവണൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നേരിട്ട് ഓവണിൽ വെച്ച് കൊടുക്കാവുന്നതാണ് കേട്ടോ. എന്നിട്ട് നമ്മൾ അതിൻ്റെ മുകളിലും ഈ ഒരു ബട്ടറിൻ്റെ ആ ഒരു ഇത് നമ്മൾ തേച്ച് കൊടുക്കുന്നുണ്ട്.
തേച്ച് കൊടുത്തിട്ട് ഈ നമ്മൾ ഒരുപാട് ഹൈ ഫ്ലെയിമിൽ വെക്കരുത് കേട്ടോ. അപ്പോൾ ഈ ഒരു ബ്രെഡ് മുഴുവനായി തന്നെ നമുക്ക് കരിഞ്ഞു പോകും. അപ്പോൾ നമ്മളത് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമ്മളതൊന്ന് ഉണ്ടാക്കിയെടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ എന്താ ഒരു സൈഡ് ഇതുപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ തന്നെ ആ ഒരു ഭാഗം നല്ല രീതിയിൽ തന്നെ മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ കറക്റ്റാക്കി ഒരുപാട് ഫ്ലെയിമിൽ കൂട്ടിക്കഴിഞ്ഞാൽ ചീസ് ശരിക്കും അത് മെൽട്ടായി കിട്ടില്ല. പകരം നമുക്ക് രണ്ട് സൈഡും നല്ല രീതിയിൽ കരിയുകയും ചെയ്യും. അതുകൊണ്ടാണ് ലോ ഫ്ലെയിമിൽ വെക്കാനായിട്ട് പറയുന്നത്. അപ്പോൾ എന്നിട്ട് നമ്മളിത് ആക്കിയെടുത്തിട്ടുണ്ട്. രണ്ട് സൈഡും നല്ല ക്രിസ്പി ആയിട്ടും അതിനകത്തുള്ള ചീസ് നല്ലപോലെ തന്നെ മെൽട്ടായിട്ടും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിനെ കട്ട് ചെയ്തെടുക്കുക. ഇങ്ങനെയാണെങ്കിൽ നല്ല അടിപൊളി ടേസ്റ്റാണ്. ബ്രേക്ക്ഫാസ്റ്റായിട്ട് കഴിക്കാനും അതുപോലെ കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് ഈവനിങ്ങിൽ കൊടുക്കാനൊക്കെ വളരെ നല്ലതാണ് കേട്ടോ. അപ്പോൾ അത് പറഞ്ഞില്ലേ, ഇതുപോലെ ചീസ് നമ്മൾ ആക്കിയിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ചീസ് സ്ലൈസ്ഡ് ചീസ് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അതും വളരെ നന്നായിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. യൂസ്ഫുൾ ആകുകയാണെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. അതുപോലെ വീഡിയോയ്ക്ക് നല്ല നല്ല കമൻറ്റ് ഇടുക കേട്ടോ. നിങ്ങളുടെ നല്ല നല്ല കമൻറ്റ് വായിക്കുമ്പോഴാണ് എനിക്ക് ഇനിയും വീഡിയോ ഇടാനുള്ള നല്ലൊരു പ്രചോദനം കൂടിയാവുന്നത്. പിന്നെ ഇതേപോലെ തന്നെ അടുത്ത നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള നല്ലൊരു വീഡിയോയിൽ കാണുന്നതായിരിക്കും. ബൈ.